നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പ്രോഗ്രാം കാണുന്നവർ വീഡിയോ മുഴുവനായി കാണണം. ഇടയ്ക്ക് ഓടിച്ചു കളയുകയോ സ്കിപ്പ് ചെയ്തു പോകുകയോ ചെയ്താൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ എൻ്റെ വിഷയം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ദിവസത്തെ നക്ഷത്രത്തെയാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ അന്നത്തെ നക്ഷത്രം ഏതാണാവോ ആ നക്ഷത്രമാണ് അവന്റെ ജന്മനക്ഷത്രമായി കാണുന്നത്. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ ഉണ്ട്. ഈ 27 നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്തെ ആധാരമാക്കിയാണ് ജ്യോതിഷികൾ ഫലങ്ങൾ പറയുന്നത്. ഈ ജ്യോതിഷ ശാസ്ത്രപ്രകാരം സൂര്യനെ പ്രധാന ഗ്രഹമായി കണക്കാക്കി വരുന്നു. അശ്വതി തുടങ്ങി രേവതി വരെ 27 നക്ഷത്രങ്ങളെ ചന്ദ്രന്റെ പത്നിമാരായി പുരാണങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഓരോ നക്ഷത്ര ജാതകന്റെയും ജന്മസമയത്തെ ലഗ്നവും ഗ്രഹനിലയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പൊതുവായ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിന്നിവിടെ പറയുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രത്യേക സ്വഭാവമുള്ള, വളരെ പ്രത്യേകതയുള്ള പല സ്വഭാവങ്ങളും ഭരണി നാളിൽ ജനിച്ചവരിൽ കാണാറുണ്ട്. അതായത് പ്രത്യേകപരമായിട്ടുള്ള പല സ്വഭാവങ്ങളും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരിൽ സ്വതവേ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. അധികം സംസാരിക്കാത്തവരും അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടാണ് ഇവർ പൊതുവെ കാണപ്പെടുക. സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണിവർ, ഈ ഭരണി നക്ഷത്രക്കാർ. അന്യരുടെ അഭിപ്രായമനുസരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ സാധാരണഗതിയിൽ ഇവർ തയ്യാറാവുകയും ഇല്ല. അന്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അധികമൊന്നും ശ്രദ്ധിക്കാത്തവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ആരുടെയും ആനുകൂല്യം കൊണ്ട് എന്തെങ്കിലും നേടാൻ അവർ താല്പര്യം കാണിക്കാറുമില്ല. പെരുമാറ്റത്തിൽ അല്പം കർക്കശത്വം ഉണ്ടാകും. അതുമൂലം എല്ലാവരുമായി യോജിച്ചു പോകാൻ ഇവർക്ക് കഴിയാറുമില്ല. അതിനുള്ള സാഹചര്യവും ചിലപ്പോൾ ഉണ്ടാകാറുമില്ല. സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. മനസാക്ഷിയുടെ പ്രേരണയനുസരിച്ചായിരിക്കും ഏത് കാര്യവും ഇവർ ചെയ്യുക. ഇവർക്ക് സ്വന്തമായ ഒരു മനസാക്ഷിയുണ്ട്. എല്ലാവർക്കും ഉണ്ട് മനസാക്ഷി. എന്നാൽ ഇവർ അവരുടെ മനസാക്ഷി അനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. ചിലർ അവരുടെ മനസാക്ഷി മാറ്റിവെച്ച് പ്രവർത്തിക്കും, ഇല്ലേ? പലരും അങ്ങനെ ചെയ്തെന്ന് വരാം. എന്നാൽ ഇവർ അവരുടെ മനസാക്ഷിക്കനുസരിച്ചാണ് ഇവർ ഓരോ കാര്യവും ചെയ്യുകയുള്ളൂ. സഹനശക്തി കുറയും ഇവർക്ക്. സഹനശക്തി ഇത്തിരി കുറവാണ് കാണുന്നത്. പെട്ടെന്ന് ക്ഷോഭിക്കും. ഇവർ ക്ഷിപ്ര കോപികളാണ്. അതായത് പെട്ടെന്ന് കോപിക്കും. ക്ഷോഭം അധിക സമയം നീണ്ടു നിൽക്കുകയില്ല. അതായത് ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമായിരിക്കും ഈ നക്ഷത്രക്കാർ. എല്ലാവരുടെയും തെറ്റുകളും ക്ഷമിക്കാനുള്ള മഹാമനസ്കതയും ഇവർ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇവരെ ആശ്രയിക്കുന്നവരോട് പ്രത്യേക പരിഗണന കാണിക്കാൻ ഇവർ തയ്യാറാവുകയും ചെയ്യും. അഭിമാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവുകയില്ല. അഭിമാനബോധം എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് അവരുടെ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ആരെയും ഇവർ സമ്മതിക്കില്ല. അഭിമാനത്തിന് ഭംഗം വരുന്ന കാര്യമുണ്ടായാൽ ഇവർ എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നാടുവിടും.
ഇതിവരുടെ ഒരു സ്വഭാവ വിശേഷമാണ്. ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നാട് വിടാനോ തുടങ്ങിയ പറ്റി ഇവർ ചിന്തിക്കും. അതായത് അഭിമാനത്തിന് ഭംഗം വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത്ര മേൽ അവരുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. പൊതുവിജ്ഞാനം സമ്പാദിക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് ഇവർ. എല്ലാ വിഷയത്തെപ്പറ്റിയും സാമാന്യമായ അറിവ് നേടും ഇവർ. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നവരാണിവർ. അന്യരുടെ ചിന്താഗതികൾ വളരെ വേഗം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യും. ധാരാളം എതിരാളികൾ ഇവർക്കുണ്ടാവും. ഇവർക്ക് കുറച്ച് എതിരാളികൾ കൂടുതൽ ഉണ്ടാവും. കാരണം ഇവർ ചില സ്വന്തം അഭിപ്രായങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുന്നത് ആയതുകൊണ്ട് ചിലർക്ക് അത് സുഖിച്ചെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് എതിരാളികൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണിവർ. എതിരാളികളുടെ മുമ്പിൽ തലകുനിക്കാനോ വിട്ടുവീഴ്ച ചെയ്ത് ഒത്തുതീർപ്പ് ഉണ്ടാക്കാനോ ഇവർ താല്പര്യം കാണിക്കുകയുമില്ല. ഇതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി ഇവർ പരാതിപ്പെടുകയുമില്ല. ആകുലതയും ഇവർക്കുണ്ടാവുകയുമില്ല. അവരതത്ര മൈൻഡ് ചെയ്യില്ല. സ്വതന്ത്ര ബുദ്ധിയായിരിക്കും ഇവർക്ക്. ആജ്ഞാശക്തിയും ആജ്ഞകൾ അന്യരെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള സാമർഥ്യവും ഇവർ കാണിച്ചെന്നു വരും. ഭരണി നക്ഷത്രക്കാർ അധികാരസ്ഥാനങ്ങളിൽ ശോഭിക്കുന്നവരാണ്. പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ട് മാത്രമേ എല്ലാ കാര്യത്തിലും ഇവർ വിജയിക്കുകയുള്ളൂ. എന്ത് കാര്യം നടത്താനുണ്ടെങ്കിലും അവിടെ ചില പ്രതിബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ പ്രതിബന്ധങ്ങളെ നേരിടാൻ ഇവർക്ക് കഴിയും. നേടാൻ കഴിയുമായിരുന്ന പലതും നിർബന്ധ ബുദ്ധി കാരണം നേടാൻ കഴിഞ്ഞില്ലെന്നും വരും. പിൽക്കാലത്ത് അതിനെ ഓർത്ത് പശ്ചാത്താപിക്കാൻ ഇടയാവുകയും ചെയ്യും. ധീരതയും സാഹസികതയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധീരതയും സാഹസതയും ഇവർ വെച്ചു പുലർത്തുന്നവരാണ്. പുറമേയുള്ള പെരുമാറ്റത്തിൽ അല്പം ഗൗരവം പ്രകടിക്കുമെങ്കിലും ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് നിർബന്ധമുള്ളവരാണിവർ. ആദർശങ്ങളുടെ പേരിൽ പലപ്പോഴും ആവശ്യമില്ലാത്ത മത്സരങ്ങളിൽ ഇവർ അകപ്പെടും. അതുകൊണ്ട് കാര്യമായ പ്രയോജനമെന്നും ഇവർക്കുണ്ടായെന്നും വരികയില്ല. മനസ്വസ്ഥത നശിക്കാനും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇത് കാരണമാവുകയും ചെയ്യും. കുടുംബത്തിൽ നിന്ന് കാര്യമായ ധനലാഭം ഈ നാളുകാർക്ക് ഉണ്ടാകാറില്ല. പൊതുവെ ഈ നാളുകാർക്ക് കുടുംബത്തിൽ നിന്ന് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. സഹോദരങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവരും അത്ര അടുപ്പത്തിൽ വരികയുമില്ല. ഇവരായിട്ട് അത്ര സഹകരിച്ചു പോകാൻ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ചിലപ്പോൾ മടിക്കുകയും ചെയ്യും. സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കുക. സ്വന്തം പരിശ്രമത്താൽ ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇവര്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ഇവരിപ്പോഴും വെറുതെ ഇരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഇവരുടെ പ്രത്യേക സ്വഭാവമാണ്. ഫലം നോക്കാതെ പരിശ്രമിക്കും. നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടോ എന്ന് നോക്കിയായിരിക്കില്ല ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്ത് ഫലം കിട്ടിയാലും ആ ഫലത്തെപ്പറ്റി ഇവർ ചിന്തിക്കില്ല. അവർ ഫലം നോക്കാതെ പ്രവർത്തിക്കും. പല തൊഴിലുകളിൽ മാറി മാറി ഒരേ സമയത്ത് തന്നെ ഏർപ്പെട്ടെന്നും വരും. ഒരേ സമയത്ത് ഇവർ പല തൊഴിലുകളിൽ ഏർപ്പെടുന്നവരുമായിരിക്കും. കൃത്യനിഷ്ഠയുണ്ടാകുന്നവരാണിവർ. വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണിവർ. ഉദ്യോഗ ജീവിതത്തിൽ താല്പര്യം കാണിക്കും. ഉദ്യോഗ ജീവിതത്തിലായിരിക്കുള്ളൂ ഇവർക്ക് താല്പര്യം കൂടുതൽ. കൃഷി, വ്യവസായം തുടങ്ങിയവയിലും ഇടയ്ക്കിടെ ഏർപ്പെടും. ആരുടെയെങ്കിലും കൂട്ടത്തിൽ ജോലി ചെയ്യാൻ ഇവർ മടിക്കും. അങ്ങനെ കൂട്ടത്തിൽ നിന്ന് ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടാത്തവരാണ്. എല്ലാം തനിയെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണ്. ആരുടെയും പരാശ്രയമില്ലാതെ, ആരെയും ആശ്രയിക്കാതെ, ആരുടെയും കാലു പിടിക്കാതെ അവർക്ക് സ്വന്തമായ വിധത്തിലുള്ള അവരുടെ മനസാക്ഷി അനുസരിച്ചുള്ള കാര്യങ്ങളെ അവർ ചെയ്യുകയുള്ളൂ. അപ്പൊ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ, ആരുടെയെങ്കിലും കൂട്ടത്തിൽ നിന്ന് ജോലി ചെയ്യാൻ ഇവർ ശ്രമിക്കില്ല. അവർക്ക് സ്വന്തമായി തന്നെ ചെയ്യണം. ഇതുമൂലം സഹായികളും സുഹൃത്തുക്കളും ശത്രുക്കളായി മാറുന്ന അവസ്ഥയും ഇവർക്കുണ്ടാവും. ഏത് കാര്യം കേട്ടാലും അതിന്റെ മറുവശത്തെപ്പറ്റി ചിന്തിക്കുവരും. ഒരു കാര്യം കേട്ടാൽ ഉടനെ തന്നെ അതിന്റെ മറുവശവും
മറുവശം കൂടി ചിന്തിച്ചേ ഇവര് മറ്റു കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഇത് സുഹൃത്തുക്കൾക്ക് പോലും അതൃപ്തി ഉണ്ടാക്കിയെന്ന് വരും. ഇതിങ്ങനെ ചിന്തിച്ചാൽ സുഹൃത്തുക്കൾ പോലും ഇവർക്ക് എതിരാളികളായി മാറും. സുഖജീവിതത്തിനുള്ള എല്ലാ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി മനസ്സ് വേദനിക്കുന്നവരായിരിക്കും ഇവർ. സുഖജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ഇവർക്ക്, എന്നാലും മനസ്സെപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും ഇവർക്ക്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാരുടേത്. സഹകരണ മനോഭാവവും സ്നേഹമുള്ള ജീവിത പങ്കാളിയെയും ലഭിക്കും. അപ്പൊ നല്ലൊരു ജീവിത പങ്കാളിയെ ഇവർക്ക് കിട്ടുന്ന നക്ഷത്രക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. വലിയ ബുദ്ധിമുട്ടുകളൊന്നും കുടുംബജീവിതത്തിൽ ഇവർക്ക് അനുഭവിക്കാൻ ഇടവരികയില്ല. കാര്യമായ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇവരുടെ കുടുംബജീവിതത്തിൽ ഇവർക്ക് ഉണ്ടായി എന്നും വരില്ല. സ്ത്രീകളായ ഭരണി നക്ഷത്രക്കാർ ഭർതൃകുടുംബവുമായി കലഹിക്കുകയും അതുമൂലം ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ഇടയാവുകയും ചെയ്യും. ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് ചിലപ്പോൾ ഇവർക്ക് സഹകരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാവുകയും അവരുമായിട്ട് കലഹിക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരുകയും ചിലപ്പോൾ ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രക്കാർ. ഈ കുഴപ്പത്തിന് പ്രധാന കാരണം അവരുടെ അധികാരഭാവവും ആരെയും വകവെക്കാത്ത സ്വഭാവവുമായിരിക്കും. അതാണ് ഇതിന് കാരണം. ഭരണി നാളുകാർ ആരോഗ്യപരമായി വളരെ മെച്ചപ്പെട്ടവരായിരിക്കും. അതായത് അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നവരല്ല. അധികം ഉയരമില്ലാത്ത പുഷ്ടിയുള്ള ശരീരമായിരിക്കും ഇവർക്ക്. ഇവരുടെ ശരീരപ്രകൃതി അതായിരിക്കും. അധികം പൊക്കമുണ്ടാവില്ല, എന്നാൽ നല്ല ശരീരപുഷ്ടിയുള്ളവരായിരിക്കും ഇവർ. വലിയ നെറ്റിയും ആകർഷകങ്ങളായ കണ്ണുകളും ഗൗരവമുള്ള മുഖഭാവവുമായിരിക്കും ഇവർക്ക് ഉള്ളത്. ഈ നാളുകാർക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു വിശേഷമാണത്. ഗൗരവമായ രോഗങ്ങൾ ഒന്നും ഇവരെ ബാധിക്കാറില്ല. അങ്ങനെ കാര്യമായ ഗൗരവപരമായ രോഗങ്ങളൊന്നും ഇവരെ സ്പർശിക്കാറില്ല. അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇവരിൽ പിടിപെടാറില്ല. എന്നിരുന്നാലും ദന്തരോഗം, ഉദരരോഗം, ശിരോരോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ബാധിക്കുകയും ചെയ്യും. ഭക്ഷണകാര്യത്തിലും ചികിത്സാ കാര്യത്തിലും ഇവർ ശ്രദ്ധക്കുറവ് കാണിക്കും. എന്നാൽ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഇവർ തയ്യാറാവില്ല. അതേപോലെ തന്നെ രോഗങ്ങൾ എന്തെങ്കിലും വന്നാൽ കൃത്യമായ ചികിത്സ തേടാനും ഇവർ ചിലപ്പോൾ അശ്രദ്ധ കാണിച്ചെന്ന് വരും. അങ്ങനത്തെ ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും. ഇവരുടെ ബാല്യകാലം പൊതുവെ സന്തോഷകരമായ കാലമാണ്. 10 വയസ്സ് മുതൽ 30 വയസ്സുവരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലത്തിൽ കൂടിയായിരിക്കും ഇവർ കഴിഞ്ഞു പോകുന്നത്. ഈ കാലത്ത് വിദ്യാഭ്യാസത്തിന് തടസ്സമോ മാന്ദ്യമോ ഉണ്ടാകാം. വിദ്യാഭ്യാസപരമായി ചിന്തിക്കുമ്പോൾ ഈ പ്രായത്തിൽ ഇവർക്ക് ചില വിദ്യാഭ്യാസ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 30 വയസ്സിന് ശേഷം 50 വയസ്സുവരെയുള്ള കാലം ഇവർക്ക് അഭിവൃദ്ധിയുടെ കാലമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് ഇവർക്ക്. അതുവഴി കുടുംബത്തിൽ സമാധാനാന്തരീക്ഷവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരുടെ ഈ സമയം. സാമ്പത്തികമായി ഈ കാലത്ത് വളരെയധികം അഭിവൃദ്ധി ഇവർക്കുണ്ടാകും. 50-ാം വയസ്സിൽ ചില അത്യാഹിതങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 50-ാമത്തെ വയസ്സിൽ ഇവർക്ക് ചില അത്യാഹിതങ്ങൾ വന്നു ചേരാം. 50 വയസ്സിന് ശേഷമുള്ള ജീവിതം പൊതുവെ ഇവർക്ക് സന്തോഷകരമായിരിക്കും. ഇപ്പൊ വയസ്സുകാലത്ത് ഒക്കെ ഇവർക്ക് വളരെ നല്ല വിധത്തിലുള്ള ഒരു കുടുംബജീവിതം സന്തോഷപൂർവമായി കൊണ്ടുപോകാൻ ഇവർക്ക്
കഴിയുന്നതായിരിക്കും. ഇതാണ് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള സാമാന്യപരമായിട്ടുള്ള ഫലം. ഈ ഫലം ഓരോ നക്ഷത്രക്കാരുടെയും അവരുടെ ജന്മസമയത്തെയും കൂടി കണക്കൂട്ടിയിട്ട് വേണം ഇതിന്റെ പൂർണ്ണമായ ഫലം നിശ്ചയിക്കാൻ. കാരണം ഇത് നക്ഷത്രത്തിന്റെ പൊതുവായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭരണനക്ഷത്രക്കാരുടെ സാമാന്യ ഫലം ഞാനിവിടെ നിർത്തുന്നു. ഇനി ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.